നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ കേരള സർവകലാശാല കലോത്സവം വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. കോഴി ആരോപണത്തിൽ വിധികർത്താവ് അടക്കം അറസ്റ്റിലായതും വിദ്യാർത്ഥി സംഘടനവുമെല്ലാം കലോത്സവത്തിന്റെ നിറം കെടുത്തി. ഒടുവിൽ VC ഇടപെട്ട് കലോത്സവം അവസാനിപ്പിച്ചു. പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വിധികർത്താവ് ഷാജി ആത്മഹത്യ ചെയ്തതോടെ കോഴ വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴക്കേസിൽ പ്രതിയായ വിധികർത്താവ് ഷാജിയുടെ മരണത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്ന ഷാജിയെ ഇന്നലെയാണ് കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിരപരാധിയാണെന്ന ആത്മഹത്യാക്കുറിപ്പും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കുറച്ചു ദിവസങ്ങളായി ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായും അമ്മ ലളിത പറഞ്ഞു. അന്ന് വന്നേന്ന് മുതലല്ലേ എന്നോട് ഇങ്ങനെ പറയുന്നു. ഞാൻ തെറ്റം ചെയ്തിട്ടില്ല, കാല് പിടിച്ചിട്ടും മുത്തം തന്നിട്ടും പിന്നെ എൻ്റെ മടി തല വെച്ചിട്ടും കിടന്നിട്ടു അന്നേരെ പറയുന്ന വർത്താനാണിത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ, എനക്ക് എൻ്റെ അമ്മേനെ മാത്രമേ വിശ്വസിപ്പിക്കണ്ടു, വേറെ ആരെയും വിശ്വസിപ്പിക്കണ്ട എന്നല്ലാന്ന് അന്നേ പറയുന്നു. ഇന്നലെ രാവിലെയും പറഞ്ഞു. ഇന്നലെ രാവിലെ മറ്റേ മോൻ്റെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഓളും ചക്കനും കുറേയെല്ലാം പറഞ്ഞു ഇവനോട്. പിന്നെ പാപ്പ നിങ്ങൾ ഒന്നും ഇതാക്കണം, മനസ്സ് വിഷമിപ്പിക്കണ്ട, ഇതെല്ലാം വെറുതെയാണ് പിന്നെ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തല്ലോ പറഞ്ഞോളും പറഞ്ഞു. ആത്മഹത്യയിൽ SFIക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആത്മഹത്യയ്ക്ക് പിന്നിൽ SFI ആണെന്ന് K സുധാകരനും ആരോപിച്ചു. വൈത്തിരി കോളേജിലെ പൂക്കോട് കോളേജിലെ അതേ അനുഭവമാണ് വിധികർത്താവിനും ഉണ്ടായതെന്ന് K സുരേന്ദ്രനും കുറ്റപ്പെടുത്തി. ഒരു 51 വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. അതിൽ മനംനൊന്ത് ഞാൻ നിരപരാധിയാണെന്ന് എഴുതി വെച്ച അയാൾ ആത്മഹത്യ ചെയ്തു. ഇവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിനാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന തണലാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇറങ്ങി ഇവരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അപകടകരമായ നിലയിലേക്ക് കേരളത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും രക്ഷകർത്താക്കളുടെ ഭീതി ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കോളേജിൽ അയക്കാൻ പേടിയാണ് എന്നാണ് മാതാപിതാക്കൾ ഫോൺ ചെയ്ത് പറയുന്നത്. എന്ത് ധൈര്യത്തിലാണ് കുട്ടികളെ കോളേജിൽ അയക്കുന്നത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തെ ഇവർ കൊണ്ടുപോയിരിക്കും. ഈ ക്രിമിനലുകളെ ഇവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ തന്നെ രംഗത്തിറങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള വിനയപൂർവമായ അപേക്ഷ. ഇതൊരു കൊലപാതകം. ഇത് കൊലപാതകമായി കണ്ടുകൊണ്ട് അന്വേഷണം നടക്കണം. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് നടന്നത് എന്നതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് നടപടി ചെയ്ത് ഉത്തരവാദികളെ ശിക്ഷിക്കണം. ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഈ സംസ്ഥാനത്തൊരു കലാപം പൊട്ടി പുറപ്പെടും. സർക്കാരിൻ്റെ മറിവിലേക്ക് ഞങ്ങൾ പറയാണ്, കാത്തിരിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിമിതിയുമുണ്ട്. നിങ്ങളുടെ SFIയുടെ കുറേ ഗുണ്ടകളെ ഇറക്കി ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതിൻ്റെ മുമ്പിൽ നമ്മൾ ചാവേറായി പോവും, ഒരു തർക്കവും വേണ്ട. ഈ ഇടിച്ച് ഓടിച്ച എല്ലാ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലും എൻ്റെ കുട്ടികൾ ചാവേറായി വീട്ടാണ് കോളേജ് പിടിച്ചത്. അത് മനസ്സിലാക്കണം. അടിച്ച് എത്ര കുട്ടികളെ തല്ലി, എത്ര കുട്ടികളെ ആശുപത്രിയിലാക്കി, എത്ര കുട്ടികൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ ഞങ്ങളെ പാർട്ടി നേതാക്കന്മാരോട് പോയിട്ടുണ്ട്. ഞങ്ങൾക്കറിയോ? അത്ര ഭീകരമായ മർദ്ദനം നടന്നിട്ടും ഞങ്ങൾ വിട്ടിട്ടില്ല. കോളേജ് പിടിച്ചു വന്നിട്ട് കോളേജ് ഞങ്ങൾ പിടിച്ചു. അതുപോലെ പിടിച്ചു നിൽക്കാനും ചെറുത്ത് നിൽക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാം. ഇനി വഴി മാറ്റി ചെറുത്ത് നിൽക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ നിർബന്ധിച്ചാൽ ആ വഴിയും നമ്മൾ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് കിരാതമായൊരു കൊലപാതകമാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ആത്മഹത്യയിൽ നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തണം. പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി കൺവീനറും SFI ജില്ലാ പ്രസിഡന്റുമായ നന്ദനാണ് പരാതി നൽകിയിരുന്നത്. ഷാജി 2ഉം 3ഉം പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങി വിധിയിൽ കൃത്രിമത്വം കാട്ടിയതായും പ്രതികൾ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് നൽകിയതായും FIRൽ പറയുന്നു.
മുൻകൂർ ജാമ്യത്തിനായി 2 നൃത്ത അധ്യാപകർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ പറയുന്നു. MG മിഥുനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം SFIയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടും ഉയരുന്നത്. ഇതിൽ ഷാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം? രേണുക, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സ്വദേശിയായ PN ഷാജിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കണ്ണൂരിലെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലാണ് ഷാജിയെ കണ്ടെത്തുകയും ചെയ്തത്. ആത്മഹത്യക്കുറിപ്പും പോലീസ് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും പറയുന്നത് നിരപരാധിയാണെന്നും കോഴ വാങ്ങി വിധിനിർണ്ണയം നടത്തിയിട്ടില്ലെന്നുമാണ് കുറിപ്പിലുള്ളത്. ഒപ്പം തന്നെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം, തന്നെ കൊടുക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തിട്ടുള്ള കാര്യമാണിത്. അതിൽ അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ എന്നുമായിരുന്നു ആത്മഹത്യക്കുറിപ്പിൽ പറയുകയും ചെയ്ത്. കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് 1ാം പ്രതിയായിരുന്നു ഈ ആത്മഹത്യ ചെയ്ത PN ഷാജി. മറ്റ് 2 പേർ, 2 പേരും ഒരു സഹായം ഉൾപ്പെടെ 2 പേർ പരിശീലകരാണ്, ഒരാൾ സഹായിയാണ്. ഇവരെ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്തായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് അന്ന് ചോദ്യം ചെയ്തതിനു ശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്തു. ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കാട്ടി ഈ 4 പേർക്കും പോലീസ് അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 7:30 കൂടി PN ഷാജിയെ മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യുന്നത്. അതോടെ മറ്റൊരു തലത്തിലേക്ക് കൂടി ഒരു കേസ് മാറുകയാണ്. വളരെ ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഈ ഒരു കോഴ വിവാദ കേസ്. ഒപ്പം തന്നെ നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് SFI വലിയ രീതിയിൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു ആരോപണം കൂടി SFIക്കെതിരെ ഉയരുകയും ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ SFI വിദ്യാർത്ഥികൾ ഈ ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു, അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. കൂടാതെ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥികളും സമാനമായ ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ SFI പ്രവർത്തകർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. അതായത് തങ്ങളുടെ മുന്നിലിട്ട് ഇദ്ദേഹത്തെ നിരവധി തവണ മർദ്ദിക്കുന്ന തങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അത്തരമൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിധികർത്താവിന്റെ ആത്മഹത്യ SFIയുടെ ക്രൂരതയാണ്, മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു, സിദ്ധാർത്ഥിന്റെ മരണം ഇവരുടെ കണ്ണു തുറപ്പിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഉണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഷാജിയെ കാണാനും കഴിയുന്നുണ്ട്. അതിനു മുൻപ് ഒരു മർദ്ദനം നടന്നു എന്നതാണോ ആരോപിക്കുന്നത്? അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അതിനുശേഷമാണ് പോലീസിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ദൃശ്യങ്ങൾ കൺമുന്നിലുള്ളതാണല്ലോ. അപ്പോൾ ഈ ആരോപണത്തിൽ എത്രമാത്രം വസ്തുതയുണ്ട്? നമ്മൾ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പറയുന്നുണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഈ മരണത്തിന് ശേഷം ഈ PN ഷാജിയുടെ അമ്മയായ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത്. അതായത് തന്റെ മകൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ മർദ്ദിച്ച പാടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തുണ്ട്, മുഖത്തും അതായ രീതിയിലുള്ള പാടുകളൊക്കെ ഉണ്ട്. ക്രൂരമായ മർദ്ദനം തന്റെ മകൻ ഇരയായി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന ഈ ഒരു PN ഷാജിയുടെ അമ്മ തന്നെയാണ് മറ്റു ബന്ധുക്കളും ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് മർദ്ദനമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതായത് വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KSUവിന്റെ ആയാലും അല്ലെങ്കിൽ KSUവിന്റെ യൂണിയൻ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ മാറിവാൻസ് കോളേജിലെ വിദ്യാർത്ഥികളും സമാന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് തന്നെ പരാതി നൽകുകയും ചെയ്യുന്നത്. അതായത് ഈ വിധികർത്താവായിട്ടുള്ള PN ഷാജി ഇവർ മർദ്ദിക്കുന്നത് തങ്ങൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യാം, SFIക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് തന്നെ ഇവർ പരാതി നൽകുകയും ചെയ്ത. പക്ഷേ അന്ന് ഈ 4 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു നടപടികളിലേക്കായിരുന്നു അന്ന് പോലീസ് കടക്കുകയും ചെയ്ത്. ഈ 4 പേർക്കിൽ 1ാം പ്രതി ഈ PN ഷാജി, അതായത് ഈ ഒരു FIR എന്ന് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. FIRൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് അതിലൊന്നുള്ളത് ഈ മറ്റ് പരിശീലകരുടെയും ഒപ്പം തന്നെ ആ സഹായിയുടെയും വാക്കുകേട്ട് സർവകലാശാലയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെയും സംഘാടകരെയും ഇദ്ദേഹം വഞ്ചിച്ചു എന്നുള്ള ഒരു ആരോപണം ഈ ഒരു FIR പറയുന്നുണ്ട്. കൂടാതെ പ്രതികൾ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് നൽകുന്നതിന് വേണ്ടി ഇടപെട്ടു. കൂടാതെ പരാതി നൽകിയത് പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടിയും കണ്ണൂർ SFI ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള നന്ദനാണ്. ഈ പ്രതികൾക്കെതിരെ ചുമത്തിയത് വിശ്വാസവഞ്ചന കുറ്റമാണ് എന്നുള്ളതാണ് ഈ ഒരു FIR നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജിക്ക് പുറമെ നൃത്ത അധ്യാപകരായിട്ടുള്ള ജോമറ്റ്,
സഹായി, സൂരജ് എന്നിവരാണ് ഈ ഒരു പ്രതികളായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. FIR ആണെന്ന് പുറത്തു വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് പോലീസ് നിർദ്ദേശം നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മരണമുണ്ടാകുന്നു. മറ്റ് 2 പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഷാജിയുടെ മരണം ആത്മഹത്യയാണ് എന്നതിൽ സംശയമില്ല. കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു. ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. സ്വന്തം അമ്മയെ മാത്രം തന്റെ സത്യസന്ധത ബോധിപ്പിച്ചാൽ മതി എന്ന ആത്മഹത്യാ കുറിപ്പിൽ ഉൾപ്പെടെ പറയുന്നു. പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്ത് എന്നതാണല്ലോ അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ പരാതിയുമായി വരുമ്പോൾ ഈ ആത്മഹത്യ യുമായി ബന്ധപ്പെട്ടുള്ള കേസ് കൂടുതൽ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ടതില്ലേ? ഈ മർദ്ദനമേറ്റു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസല്ല, ഈ കോളേജിൽ നിന്ന് മർദ്ദനമേറ്റു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ ഉൾപ്പെടെ പരാതിയായി പറയുമ്പോൾ അത് കൂടുതൽ ഗൗരവത്തോടു കൂടി കാണുകയും അത്തരമൊരു അന്വേഷണം ഉണ്ടാവുകയും ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു തലത്തിലേക്ക് കൂടിയാണ് ഈ വിവാദം പോകുന്നത്. നമുക്കറിയാം, ആദ്യം ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഈ 4 പേർ മാത്രമായിരുന്നു. അതായത് കോഴ വിവാദം ഉണ്ടാകുന്നു. അതായത് ഈ ഒരു മറ്റ് സംഘടന SFI വിദ്യാർത്ഥികളുടെ ആരോപണത്തിൽ, അതായത് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാർഗംകളിയുമായി ബന്ധപ്പെട്ടാണ്. മാർഗംകളിയിലെ വിധികർത്താവായിരുന്നു PN ഷാജി. അതിൽ മാർഗംകളിക്ക് 1ാം സ്ഥാനം ലഭിച്ചത് മാർ ഇവാനിയസ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. 2ാം സ്ഥാനത്ത് യൂണിവേഴ്സിറ്റി കോളേജും 3ാം സ്ഥാനത്ത് മറ്റു ഒരു കോളേജും കൂടിയായിരുന്നു. ഈ 3 കോളേജുകളിൽ 2 കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചു വന്നത്. അതായത് ഈ വിധി നിർണ്ണയിക്കുന്ന സമയത്ത് വിധികർത്താവിന്റെ ഫോണിലേക്ക് നിരവധി തവണ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു മറ്റുള്ള അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് ലഭിക്കേണ്ട 1ാം സ്ഥാനം മാറ്റി നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് ഭാഗമായി നൽകിയ മെസ്സേജുകളാണ് ഇതെന്നാണ് അറിയിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോണൊക്കെ അന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്, മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ചോദ്യം ചെയ്യുന്ന ഹാജരാവാൻ ഈ 4 പേർക്കും നോട്ടീസ് നൽകാൻ പോലീസ് തയ്യാറാകുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയോടുകൂടി അദ്ദേഹം കൃത്യമായി ആ ഒരു ആത്മഹത്യയെക്കുറിപ്പിൽ പറയുന്നു, താൻ നിരപരാധിയാണ്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. 2 വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള തർക്കം തീർക്കുന്നതിന് വേണ്ടി തന്നെ കരുവാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. അത്തരത്തിൽ മറ്റൊരു തലത്തിലേക്ക് കൂടി ഒരു കേസ് മാറുന്നു എന്നുള്ളതാണ് വലിയ ദുരൂഹത ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട. തീർച്ചയായും ആ കോളേജിൽ ഈ പരിപാടി കലോത്സവം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ, നിർത്തിവെക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വിവാദത്തിലായിരുന്നു. വലിയ രീതിയിൽ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ അടിമുടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ കോഴയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സംഘടനാ വിഷയങ്ങൾ ഇതിലുണ്ട് എന്നാണ് വരുന്നത്. നമുക്കറിയാം, 1ാം സ്ഥാനത്ത് കോളേജ് എത്തുന്നത് തടയാൻ വേണ്ടി ചില ശ്രമങ്ങൾ ഉണ്ടായി. മത്സരങ്ങൾ തടസ്സപ്പെടുത്തിയത് നിർത്തിവെച്ചത് പോലും അതിനാണ് എന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എങ്ങനെ വേണം നമ്മൾ കാണാൻ? ഇതിപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി കൺവീനറും SFI ജില്ലാ പ്രസിഡന്റുമായ വിദ്യാർത്ഥിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് പോലും. അപ്പോൾ ഈ പരാതിയുടെ വസ്തുത എന്നത് തന്നെയും സംശയ നിഴലിലാണോ ഇപ്പോൾ? തീർച്ചയായും അതിലൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വരെയാണ്. അതായത് ഈ 2ാം പ്രതിയും 3ാം പ്രതിയുമായിട്ടുള്ള സൂരജും ജോമെറ്റോയും, ഇവർ 2 പേരും ഈ പറയുന്ന മാർ ഇവാനിയസ് കോളേജിലെ വിദ്യാർത്ഥികളെ അല്ല പരിശീലിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഈ മാർ ഇവാനിയസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് 1ാം സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി വിധികർത്താവ് ഇടപെട്ടു എന്നുള്ളതാണ്. മറ്റ് 2 പേരും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് നിരന്തരം മെസ്സേജുകൾ അയച്ചു എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ മറ്റ് 2 പേരും ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളെയാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ളപ്പോൾ അവർ പരിശീലിപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തിന് അവർ ഇടപെട്ടു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുകയും ചെയ്തു. അതാണ് ഇതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ മാർ ഇവാനിയസ് കോളേജിലെ വിദ്യാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ പരിശീലിപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ പറയുന്ന 1, 2, 3 പ്രതികൾ എന്തിന് ഇടപെട്ടു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. കോടതിയിൽ മുൻകൂർ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു 2-3 പ്രതികൾ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SFIയെ പ്രോത്സാഹനത്തിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരുന്നുണ്ട്. പ്രതിപക്ഷം വലിയ രീതിയിലൊരു പ്രത്യാരോപണം നമ്മളറിയാം. പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവുമായി രംഗത്ത്
രംഗത്ത് വരികയും ചെയ്തു. SFIയുടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തുന്ന അവരുടെ ഈ ഒരു സാഹചര്യം, അതായത് സിദ്ധാർത്ഥന്റെ മരണവുമായി അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ആരോപണം അവർ ഉയർത്തിക്കാണിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയൊരു ആയുധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് വീണ് കിട്ടുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു കാര്യം അത് പ്രധാനമായും അന്വേഷിക്കണം. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് ആരാണ് കൃത്യമായി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ട് എങ്കിൽ ആ ആരോപണത്തിൽ ആരാണ് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ചത്, അത്തരത്തിൽ ഫോണിലേക്ക് മെസ്സേജ് അയച്ച എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും മറ്റൊരു തലത്തിലേക്ക് അടിമുടി മറ്റൊരു തലത്തിലേക്ക് എത്തുമ്പോൾ ഇതിൽ സംഘർഷമുണ്ടാക്കിയത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളല്ല സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. നുഴഞ്ഞു കയറിയവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പറയുന്നു. ഈ വിധികർത്താവിന്റെ മരണം അത് നിർഭാഗ്യകരമാണ് എന്ന് പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. സത്യാവസ്ഥ പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരും എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള നേട്ടങ്ങളുടെ അത് നിറം കെടുത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന ഉണ്ട്, അതിന്റെ ഭാഗമാണ് ഇത്തരം സംഭവങ്ങൾ എന്നതുകൂടി അവർ ആരോപിക്കുകയാണ്. അപ്പോൾ പോലും ഏതന്വേഷണം, ഇതിപ്പോൾ SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ പ്രതിക്കൂട്ടിലാക്കുന്ന മറ്റൊരു സംഭവമായാണ് ഇത് കണക്കാക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ അന്വേഷണം അത് ഗൗരവത്തോടു കൂടി നടക്കുന്നുണ്ടോ, കൃത്യമായ കാരണങ്ങൾ പുറത്തു വരുന്ന രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുമോ തുടങ്ങിയ സംശയങ്ങൾ പല കോണിൽ നിന്നും ഉയരുമല്ലോ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത് ഏത് അന്വേഷണമാണ്? ആത്മഹത്യയിൽ എടുത്തിരിക്കുന്ന അന്വേഷണമാണോ, അതോ ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണോ, അതോ ഇയാളുടെ യഥാർത്ഥ മരണകാരണങ്ങൾ, അതിലേക്ക് നയിച്ച സംഭവങ്ങൾ, അതിൽ പ്രത്യേക ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ മിഥുൻ? അതായത് നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അത് തകർക്കുന്നതിന് വേണ്ടി അവിടുത്തെ സംഘാടകരല്ല ഇതിന് മുന്നിട്ട് നിന്നത്, അതിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള മറ്റൊരു സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു ആരോപണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ആ അന്വേഷണം കൃത്യമായി നടക്കുമെന്നുള്ള ഒരു കാര്യമാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യം SFI മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിൽ അവർ ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ പ്രതിപക്ഷ സംഘടനകൾ മറ്റൊരു തലത്തിലേക്ക് ഈ കേസ് പോകണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് SFIയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം SFIക്കെതിരെ ഈ പ്രതിപക്ഷ സംഘടനകൾ മാത്രമല്ല ഈ ഇടതുമുന്നണിയിലെ തന്നെ പ്രധാന കക്ഷികളിൽ ഒന്നായിട്ടുള്ള CPI പോലും വലിയ രൂക്ഷ വിമർശനവുമായി SFIക്കെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ SFIയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. ആ സംഘടനയ്ക്ക് നിരക്കാത്ത നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. അതായത് ഈ ഒരു കോഴ വിവാദം വന്നതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വരികയും ചെയ്തത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അത്തരത്തിൽ SFIക്കെതിരെ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ആരോപണങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പൂർണ്ണമായും SFIയെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി PN ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ എന്താണ് ദുരൂഹത, അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഏത് അന്വേഷണമായിരിക്കും? കൃത്യമായ അന്വേഷണത്തിലൂടെ അക്കാര്യങ്ങൾ കണ്ടെത്തണം. അത് ബന്ധുക്കളുടെ കൂടി ആവശ്യമാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് മാറുകയാണ്. SFIക്കെതിരെ ഉള്ള സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം SFI പ്രതിക്കൂട്ടിലാകുന്ന മറ്റൊരു സംഭവം എന്ന നിലയിലാണ് പ്രതിപക്ഷവും ഈ വിഷയത്തെ സമീപിക്കുന്നത്. എന്തായാലും ഗൗരവതരമായ അന്വേഷണം ഈ വിഷയത്തിൽ, ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുണ്ടാകണം എന്നതാണ് മനസ്സിലാക്കുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിനുള്ളിൽ പ്രതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. ഇത് കസ്റ്റഡി മരണമാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോവിന്ദൻ മാസ്റ്റർ കുട്ടികൾ 21 സംസ്ഥാനങ്ങൾ, 518 മണ്ഡലങ്ങൾ, 1 ലക്ഷത്തിലേറെ പ്രതികരണം, ഒരു ബൃഹത് സർവേ, 20 ചാനലുകൾ, 16 വെബ്സൈറ്റുകൾ. ഇതിൽ പരം വലിയ മറ്റൊന്നില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. ഇന്ത്യ മുന്നണി എന്ത് ചലനമുണ്ടാക്കും? 1 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത ഏറ്റവും വലിയ അഭിപ്രായ സർവേ. BJP 400 സീറ്റ് കടക്കുമോ? ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഏറ്റവും വലിയ അഭിപ്രായ വോട്ടെടുപ്പുമായി ന്യൂസ് 18 നെറ്റ്വർക്ക്. 21 സംസ്ഥാനങ്ങൾ, 518 മണ്ഡലങ്ങൾ, 1 ലക്ഷത്തിലേറെ പ്രതികരണം.